കാസർഗോഡ് വിഷനും പിലിക്കോട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കരക്കേരവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല, ചതിയുമില്ല, പിന്നെയോ എല്ലോളമില്ല പൊളിവചനം. കാലം മാറി, കഥ മാറി. ഓരോ ഓണാഘോഷം വരുമ്പോഴും നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷയുടെ ഒരു ഓണമാണ് വന്നിരിക്കുന്നത്, അല്ലേ രാഹുലേ? തീർച്ചയായും ഒന്നാകണമെന്ന മഹത്തായ സന്ദേശവുമായി എല്ലാവരും ഒന്നിച്ചോണം. അതെ, അതുതന്നെയാണ് കാസർഗോഡ് വിഷനും ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കരക്കേരുവും ചേർന്നൊരുക്കുന്ന എല്ലാവരും ഒന്നിച്ചോണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ആർപ്പോ ഇറോ വിളിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം. അല്ലേ? എല്ലാവരും ആർപ്പോ ഇറോ വിളിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചാണ്, എന്നും ഒരുമിച്ചാണ് എന്ന സന്ദേശം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. റെഡി? ആർപ്പോ ഇറോ 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 ആർപ്പോ മത്സരങ്ങളാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാമിലൂടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും മടിയൊന്നും കൂടാതെ, ചമ്മലൊന്നും കൂടാതെ, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പ്രതീക്ഷയുടെ ഓണത്തെ നമുക്ക് വരവേൽക്കാം. അല്ല രാഹുൽ? തീർച്ചയായും ഒരുപാട് സമ്മാനങ്ങളാണ് നിങ്ങൾ എല്ലാവരെയും കാത്തിരിക്കുന്നത്. ഏറെ രസകരമായ ഒരു മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത്. വനിതകൾക്ക് വേണ്ടിയുള്ള മത്സരമാണ്. നിങ്ങളുടെ കയ്യിലൊരു ബലൂണ് തരും. ആ ബലൂണ് കൈകൊണ്ട് തട്ടി 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 തൊട്ട് പിറകിൽ ഒരു സ്പോഞ്ച് ഉണ്ട്. ആ സ്പോഞ്ചിനകത്തൊരു സൂചിയുണ്ട്. ആ സൂചിയിൽ കൊണ്ട് ബലൂണ് പൊട്ടുക എന്നുള്ളതാണ് മത്സരം. ഇതിന് സമയമുണ്ട്, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ആരാണോ ബലൂണ് പൊട്ടിക്കുന്നത് അവരാണ് വിജയി. മാത്രമല്ല രാഹുലെ, ബലൂൺ ഹോൾഡ് ചെയ്യാൻ പാടില്ല. തട്ടി തട്ടി പോണം. നിലത്ത് വീണാൽ ഫൗളാണ്. അപ്പൊ റെഡിയല്ലേ? ആദ്യ മത്സരത്തിലെ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആര്? അപ്പൊ നമ്മുടെ ഈ മത്സരത്തിലെ ആദ്യമായിട്ട് മത്സരിക്കുന്നത്, ഒന്ന് പേര് പറഞ്ഞോ? വിലാസിനി. അപ്പൊ നമ്മുടെ സംഭവം മനസ്സിലായല്ലോ, നിയമം മനസ്സിലായി. ഒരു കൈ കൊണ്ട് മാത്രം തട്ടി തട്ടി പോണം കേട്ടോ. ഒരു കൈ കൊണ്ട്, കൈ മാറ്റിയാലും കുഴപ്പമില്ല, തട്ടി തട്ടി പോണം. റെഡി? കുഴപ്പമില്ല, തുടങ്ങാം. അപ്പൊ വിസിലടി വന്നാൽ, രാഹുൽ റെഡി അല്ലേ? വിസിലടി വന്നാൽ മത്സരം ആരംഭിക്കും. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്നേഹം, ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് രണ്ട് കൈകൾ തമ്മിൽ കൂട്ടിയടിക്കുമ്പോൾ കിട്ടുന്ന മനോഹരമായ ശബ്ദമാണ്. അത് പടക്കം പോലെ കൊടുക്കണം. റെഡിടാ? എല്ലാവരും പ്രോത്സാഹനം ചെയ്യണം. റെഡി? അത്യന്തം കൈ നോക്കണം. സൂചിയാണ്, സൂചിയാണ്. കൈ നോക്കണം. സൂചിയാണ്, സൂചിയാണ്. ഇല്ല, താഴെ പോയില്ല. സൂചി ഓർമ്മ വേണം. സൂചിയാണ്. നല്ലൊരു കൈയടി. ഇല്ല, ഇതാണ് മത്സരം. ഇതാണ് മത്സരം. ആദ്യത്തെ മത്സരാർത്ഥി വളരെ ഗംഭീര. ഇല്ല, ഔട്ടല്ല. അപ്പോ എല്ലാവരും ചേർന്ന് ഒരു നല്ലൊരു കൈയടി. വിലാസ് ചേച്ചിക്ക് വേണ്ടി നല്ലൊരു കൈയടി. യെസ്. അടുത്ത ആരാണ് വരുന്നത്? അടുത്തായി മത്സരിക്കാൻ എത്തുന്നത് യെസ് ബിന്ദു ചേച്ചിയാണ്. ബിന്ദു ചേച്ചി സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്കറിയാലോ, വാശിയേറിയ മത്സരത്തിൽ ബിന്ദു ആണ് മത്സരിക്കുന്നത്. ഏറെ രസകരമായ വാശിയേറിയ മത്സരം. ഓർക്കണം, കൈ നോക്കണം. സൂചിയാണ്. ഔട്ടല്ല. യെസ്. അടുത്ത മത്സരാർത്ഥി എത്തി. അടുത്ത മത്സരാർത്ഥി, ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞാട്ടെ? ശ്രീദേവി ചേച്ചിയാണ് മത്സരിക്കുന്നത്. നിയമറിയാം. കയ്യടി വേണം. ഏറെ രസകരമായ മത്സരമാണ്. വീണ്ടും ഓർമ്മിക്കുന്നു, ഇവിടെ സൂചിയാണ്. കൈ നിങ്ങളുടേതാണ്, ഓർമ്മ വേണം. ഹോൾഡ് ചെയ്യരുത്. തട്ടണം. ഹോൾഡ് ചെയ്യരുത്. തട്ടണം. ഓക്കെ. പിടിച്ചു പൊട്ടിച്ചാണ്. ഫൗളല്ലേ? ഫൗളാണ്.
ഫൗളാണ്. അടുത്ത് പേരെന്ന് പറഞ്ഞോ. രാധ. രാധ റെഡി? മത്സരത്തിൽ ആരംഭിക്കുകയാണ്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. വാശിയേറിയ മത്സരം. യെസ്. കൈ നോക്കണം, കൈ നോക്കണം. സൂചിയാണ്. 10 സെക്കൻഡ്. 10 സെക്കൻഡ്. 10 സെക്കൻഡ്. അപ്പോ അത്യന്തം വാശിയേറിയ ഏറെ രസകരമായി മത്സരം തുടരുകയാണ്. പേരെങ്ങനെ? സുമിത. സുമിതയാണ് മത്സരിക്കുന്നത്. അപ്പോൾ 10 സെക്കൻഡിനെ മറികടന്നിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് വാങ്ങണം. ഓക്കെ, റെഡി അല്ലേ? റെഡി? യുവർ ടൈം സ്റ്റാർട്ട് നൗ. നിലത്ത് പോവരുത്. ഇതാണ് മത്സരം. ഇതാണ് മത്സരം. 8 സെക്കൻഡ്. 8 സെക്കൻഡ്. 9.8 സെക്കൻഡ്. 9.8 സെക്കൻഡ്. 9.8 സെക്കൻഡ്. ഓക്കെ, വാശിയേറിയ മത്സരത്തിൽ ഇനി ആര്? ഇനി ആര്? അടുത്താര്? അപ്പൊ നമ്മൾ ഏതായാലും അത്യന്തം വാശിയേറിയ രസകരമായ മത്സരത്തിലേക്ക് പോകുന്നതിന് മുന്നേ ആ പങ്കെടുക്കുന്ന ആളുടെ പരിചയപ്പെടാം. എന്താണ് പേര്? സജിന. സജിനെ ഒരു 5 ലേഡീസിന്റെ പേര് പറഞ്ഞു. ലേഡീസിന്റെ പേര് പെട്ടെന്ന് പറ. സവിത, വനജ, ഷീമ, ഓമന, ജ്യോതി. തല മറച്ചാൽ കേട്ടോ. തല മറച്ചാൽ അത് ഒരു സമ്മാനം തന്നെ കൊടുക്കും. തല മറച്ചായിട്ട് എന്ത് സംഭവിക്കും? ലത. ഉറക്കെ പറ. ലത. ലത. അല്ല, നമ്മുടെ നാട്ടിൽ പിരിക്കോട് വന്നിട്ട് ഈ ഇതിലെ കുസൃതി ചോദിച്ചിട്ട് അങ്ങനെ പോണ്ടെന്നല്ലേ. അപ്പൊ തമാശകളുടെ ചോദ്യമായിരുന്നു. തല മറച്ചിട്ടാൽ എന്താ? അപ്പൊ തല മറച്ചിട്ടാൽ ലത അല്ലേ? അപ്പൊ നമുക്ക് ഒരു സമ്മാനം കൊടുത്തിട്ട് പോലെ, ഒരു ചെറിയ സമ്മാനം കൊടുത്തിട്ട് പോ. യെസ്. ഫ്രണ്ട്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയം, ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഒപ്പം കാസർഗോഡ് വിഷനും ചേർന്നൊരുക്കുന്ന എല്ലാവരും ഒന്നിച്ചോണം എന്ന പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് മുന്നേറുമ്പോൾ രസകരമായ ഒരു ചോദ്യമായിരുന്നു, ഒരു തമാശകളുടെ ചോദ്യമായിരുന്നു, ഒരു കുസൃതി ചോദ്യം. അതിനുള്ള ഉത്തരം വളരെ സ്പഷ്ടമായിട്ട് വളരെ മനോഹരമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു മനോഹരമായ ഒരു സമ്മാനം എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. നല്ലൊരു കൈയ്യടി. സന്തോഷമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇനി മത്സരത്തിലേക്ക് പോവാം. യെസ്. റെഡി? റെഡി? യുവർ ടൈം സ്റ്റാർട്ട് നൗ. കൈയടി 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 വേണം, കൈയടി വേണം. വാശിയേറിയ മത്സരം. 5 സെക്കൻഡ്. 5 സെക്കൻഡ്. രാഹുലെ എത്ര സെക്കൻഡ്? കുറവാണ് എന്നാലും 9 പോയിന്റ്. 4 9.44 സെക്കൻഡ്. അപ്പൊ നമ്മളെ നിയമമെല്ലാം മനസ്സിലായല്ലോ, അറിയാലോ. ഒരു സന്തോഷക്കുറവ്. റെഡി? പേരെന്ന് പറയാം. ആതിര. ആതിര, യുവർ ടൈം സ്റ്റാർട്ട് നൗ. അത്യന്തം വാശിയേറിയ ഏറെ രസകരമായ മത്സരം. കൈ നോക്കണേ, കൈ നോക്കണം. സൂചിയാണ്. 10.14 സെക്കൻഡ്. ഓക്കെ, നല്ലൊരു കൈയടി, നല്ലൊരു കൈയടി. നല്ലൊരു കൈയടി. ഓക്കെ, പേര് ലിജിയാണ് അടുത്തത് മത്സരിക്കുന്നത്. സജനയുടെ 9.44 എന്ന റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മത്സരിക്കായിരുന്നു ലിജി. യെസ്, യുവർ ടൈം സ്റ്റാർട്ട്. ഓക്കെ, കൈയടി കൈയടി. 9.4 സെക്കൻഡിനെയാണ് മറികടക്കേണ്ടത്. വാശിയേറിയ അത്യന്തം രസകരമായ മത്സരം. ഓക്കെ, കൈ നോക്കണം, കൈ നോക്കണം. സൂചിയാണ്. ഔട്ട്. ഇനി ആര്? അടുത്ത മത്സരാർത്ഥി. ചേച്ചിയുടെ പേരെന്ന് പറ. സവിത. സവിതേച്ചിയാണ് അടുത്തായി മത്സരിക്കാൻ പോകുന്നത്. സവിതേച്ചി, അടിപൊളി, 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 അടിപൊളി. അടി അടി. കിട്ടി കിട്ടി കിട്ടി, കിട്ടി. പൊട്ടി. പൊട്ടിക്കണ. അടിപൊളി. കൈ നോക്കണം, കൈ നോക്കണം, കൈ കൈ. നല്ലൊരു കൈയടി, നല്ലൊരു കൈയടി, നല്ലൊരു കൈയടി വേണം. ഓക്കെ, എല്ലാവരും ഒന്നിച്ചോണം എന്ന പ്രോഗ്രാം തുടരുകയാണ്. അടുത്ത മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളെ പരിചയപ്പെടാം. എന്നാ പേര്? ലിസി. അപ്പൊ ലിസി നിയമം മനസ്സിലായല്ലോ. റെഡി? അപ്പൊ മത്സരം ആരംഭിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട് നൗ. കൈയടി കൈയടി കൈയടി. കൈയടി. യെസ്. ഏറെ രസകരമായ കൈ നോക്കണം. സൂചിയാണ്. കൈ നോക്കണം. ഏറ്റവും കുറഞ്ഞ സമയമാണ് എന്ന് പറയാൻ പറ്റില്ല. 12.63 സെക്കൻഡാണ് ഇപ്പോ ബലൂൺ പൊട്ടാൻ എടുത്തിട്ടുള്ളത്.
അപ്പൊ ഏറെ രസകരമായ അത്യന്തം വാശിയേറിയ ഈ ബലൂൺ പൊട്ടിക്കൽ മത്സരത്തില് എത്ര പോയിന്റ്? 9.44 സെക്കൻഡ് കൊണ്ട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സജിന. സജിന. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി. നല്ലൊരു കൈ. അപ്പൊ രണ്ടാം സ്ഥാനം എത്ര ടൈം എടുത്ത്? രണ്ടാം സ്ഥാനം 9.8 സെക്കൻഡ്. സുമിത. സുമിത അല്ലേ? യെസ്. അപ്പൊ സുമിതക്കും എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി. അപ്പം നമ്മുടെ ഇന്നത്തെ മത്സരത്തിലെ ആദ്യത്തെ വിജയികളാണ് ഇവർക്ക് സമ്മാനം നൽകാൻ ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ വിളിക്കുന്നു. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യം. പ്ലീസ് വെൽക്കം സുകുമാരൻ. സുകുമാരനെ ഏറെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി സുകുമാരൻ. ഈ മത്സരത്തിലെ ഫസ്റ്റ് പ്രൈസ് സജിന. ഓക്കെ. രണ്ടാം സമ്മാനം സുമിത. ഒരു നല്ല കൈയടി. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി. ഓക്കെ, താങ്ക് യു. ഈ ഒരു മത്സരത്തില് സർപ്രൈസ് ആയിട്ട് ഒരു സമ്മാനം തരാൻ പോവുകയാണ്. അത് ഈ കൂട്ടത്തില് ഒരു ഭാഗ്യശാലിയുണ്ട്. ഈ കൂട്ടത്തില് ഒരു ഭാഗ്യശാലിയുണ്ട്. അതാരാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങള്, അതായത് രാഹുല് ആ, മത്സരിച്ചിട്ടില്ലെങ്കിലും സമ്മാനം. വെറുതെ ഇരുന്നാലും സമ്മാനം. വെറുതെ നിന്നാലും എങ്ങനെയായിട്ടൊരു സമ്മാനം സമ്മാനം അല്ലേ? അതാണ്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുക. ആ, എല്ലാവരും ഒന്ന് എഴുന്നേക്ക, ജസ്റ്റ് ഒന്ന് എഴുന്നേക്ക. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. യെസ്. നിങ്ങളുടെ കസേര ഒന്ന് ഉയർത്തി പിടിച്ചേ. കസേര ഒന്ന് ഉയർത്തി പിടിക്കുക എല്ലാവരും. കസേര. കസേര ഉയർത്തി പിടിച്ചേ. അതിനിടയിൽ ഒരു സർപ്രൈസ് സമ്മാനമുണ്ട്. ഒരു സ്റ്റിക്കർ ഉണ്ട്. ആരാണ് ആ ഒരു സ്റ്റിക്കർ കസേരയുടെ അടിയിൽ മാത്രം ഒരു സ്റ്റിക്കർ ഉണ്ട്. ഒരു കസേരയുടെ അയാൾക്കാണ് അടിയിൽ സമ്മാനം. ആരാണ് ആ ഭാഗ്യശാലി? ആരാണ്? സർപ്രൈസ് ഏതോ ഗിഫ്റ്റ്. ഒരു കസേരയുടെ. യെസ്. ആരാണ്? ചേട്ടാ വാ. വാ. ആരാണ്? വാ, വാ, വാ. കസേരയും കൊണ്ടോ? കസേര ഉണ്ട്. ഓക്കെ, വാ. യെസ്. ദാ, ഒരു നല്ല നീല തുണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേട്ടാ ഒന്ന് പേര് പറഞ്ഞാട്ടെ. കൃഷ്ണൻ. ഇവിടെ തന്നെ. ഓ, അപ്പോ കൃഷ്ണനായിട്ടുള്ള ഒരു സർപ്രൈസ് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. വിനോടാ അപ്പൊ കൃഷ്ണ കൈയടി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓക്കെ, താങ്ക് യു. കാസർഗോഡ് വിഷനും ഫ്രണ്ട്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയവും ഫ്രണ്ട്സ് കരക്കേരുവും ചേർന്നൊരുക്കുന്ന ഏറെ രസകരമായ അത്യന്തം വാശിയേറിയ അടുത്തൊരു മത്സരത്തിലേക്കാണ് പോകുന്നത്. എന്താണ് മത്സരം എന്നറിയില്ല. ഇത് രാഹുൽ കൊണ്ടെന്നാണ്. രാഹുലെ ഒരു ബിസ്ക്കറ്റ് വന്നിട്ടുണ്ട്. രാഹുല് ഈ സംഭവം എന്താ പറ? സാധാരണ വിനോദ ബിസ്ക്കറ്റ് ആ, ബിസ്ക്കറ്റ്. ആ, ആ. നെറ്റിയില് ബിസ്ക്കറ്റ് വെക്കുക. എന്നിട്ട് മുഖത്തിനെ കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വന്ന് ആ, കുറച്ച് പാടുണ്ട്. ആ രീതിയിലുള്ള മത്സരമാണ്. ഏറെ രസകരമായ മത്സരമാണ്. സംഭവം ഒരു ബിസ്ക്കറ്റാണ്. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന പൊല്ലാപ്പ് നമുക്ക് നേരിട്ട് കാണാം അല്ലേ? ഏറെ രസകരമായ മത്സരം ആരംഭിക്കുന്നു. ബിസ്ക്കറ്റ് ഈറ്റിംഗ്. അത്യന്തം വാശിയേറിയ മുഖത്തോടെ ഔട്ട്. മാറിക്കോ. വീണാള് മാറിക്കോ. നല്ല സമയമെടുത്ത് ചെയ്താൽ മതി. തിരക്കില്ല. മോളിലോട്ട് വാ. ഓക്കേ. നല്ല സമയമെടുത്ത് ചെയ്താൽ മതി. ഇനിയും രണ്ടാം സ്ഥാനമുണ്ട്. സ്ഥാനമുണ്ട്. വാ, മോള് വാ. കളയല്ല.
വാശിയേറിയ മത്സരം. Up, 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 up. മുഖം മല്ല അനക്കി നോക്കി, മുഖം മല്ല അനക്കി നോക്കി. എല്ലാം അനക്കി, നെറ്റി അനക്കി, കണ്ണ് അനക്കി, ഈ വായി അതന്നെ. ബിസ്ക്കറ്റ് ഈറ്റിംഗ് മത്സരത്തില് വിജയിയായിരിക്കുന്നത് പേര് അലങ്കൃതയാണ്. നല്ലൊരു കൈയടി. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി. ഓക്കെ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ രണ്ടുപേരാണ് ഇന്ന് നമ്മുടെ ഒരു പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായിട്ടുള്ളത്. പേര് മിയ കല്യാണി, ആർ കല്യാണി. യെസ്. ഈ മിടുക്കരായ കുട്ടികൾക്ക് ഇന്ന് സമ്മാനം നൽകുന്നത് ഫ്രണ്ട്സ് വായനശാല ഗ്രന്ഥാലയത്തിന്റെ പ്രസിഡന്റ് PV നാരായണൻ അവர்களാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്നാം സ്ഥാനം നേടിയ ഈ മിടുക്കി ചെമ്മനൂർ ഗോൾഡ് കാഞ്ഞങ്കാട് നൽകുന്ന ഒരു മനോഹരമായ അവരുടെ ഒരു സ്നേഹോപഹാരം, നല്ലൊരു സമ്മാനം. ഒരു നല്ലൊരു കൈയടി, നല്ലൊരു കൈയടി. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേ. ഓക്കെ. രണ്ടുപേരാണ് ഒപ്പത്തിനൊപ്പം അവസാനം വരുന്നത്. അവർക്ക് പ്രോത്സാഹന സമ്മാനം കാസർഗോഡ് വിഷൻ നൽകുന്ന ഒരു സമ്മാനം. നല്ല കൈയടി കൊടുത്ത്. കൈയടിക്ക് ഒരു കുറവും വേണ്ട. ഓക്കെ. യെസ്. ഹാപ്പി ഓണം മക്കളെ, എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞേ. ഓക്കെ. അപ്പൊ ഏറെ രസകരമായിട്ട് അത്യന്തം വാശിയേറിയോടെ ഓരോ മത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുന്ന രാഹുൽ. അപ്പൊ നമ്മുടെ ആ ഒരു എനർജി, നേരത്തെ ആ ഒരു എനർജി കുറഞ്ഞു പോയോ? ഓണം എന്ന് പറയുന്ന ഒരു ആവേശമാണ്. വേണ്ടേ? തീർച്ചയായും വേണ്ടേ? അപ്പൊ തുടങ്ങിക്കൂടെ? നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരിക്കൽ കൂടി ഒരു ആർപ്പോ വിളിച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? വീണ്ടും റെഡി രാഹുലേ? നീനോട്ടാ, നിങ്ങ അപ്പുറം ആർപ്പോ, ഓക്കെ, ഞാൻ ഇറോ. ഓക്കെ, ഇറോ. നമ്മൾ ഇറോ കേട്ടാ. എല്ലാവരും ചേർന്ന് നമുക്ക് പറയാം ആർപ്പോ. ആർപ്പോ. ഇനി ഏറെ രസകരമായ അത്യന്തം വാശിയേറിയ മറ്റൊരു മത്സരത്തിലേക്കാണ് പോകുന്നത്. ഒരു കിടിലം മത്സരമാണ്. അപ്പൊ അതിന് ഇനിയുള്ള മത്സരം എന്ന് പറയുന്നത് കപ്പിൾസിനുള്ള മത്സരമാണ്. കാരണം എപ്പോഴും ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുമ്പം അല്ലെ, വാമഭാഗമായിട്ട് ഭാര്യ ഉണ്ടാവും. എങ്ങനെ നമ്മുടെ കൂടെ തന്നെ പോകേണ്ടവരാണ്. അങ്ങനെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ട ഒരു മത്സരത്തിലേക്കാണ് ഇനി പോകുന്നത്. രാഹുലേ? തീർച്ചയായും വളരെ രസകരമായ ഒരു മത്സരമാണ്. എല്ലാവരും സമ്മതത്തോട് കൂടിയിട്ട് മുമ്പിലോട്ട് കടന്നു വരിക. അപ്പൊ ഈ മത്സരത്തിന് വേണ്ടി കപ്പിൾസ് ഭാര്യക്കും ഭർത്താവിനും പങ്കെടുക്കാം. ആരൊക്കെ വരുന്നത്? വാ, ആരൊക്കെ വരുന്നത്? ആരൊക്കെയാണ് രാഹുലേ? ഭാര്യയും ഭർത്താവും ചേർന്നിട്ടാണ് മത്സരം. ഭാര്യയും ഭർത്താവും ചേർന്നിട്ടാണ് മത്സരം. പാളയിൽ കെട്ടിവലിക്കുക. അതായത് പിടിച്ചുന്തിടരുത്, ദേഷ്യം തീർക്കരുത്. എന്ത് ചെയ്യണം? പാളയില് ഭർത്താവിനെ ഇരുത്തി ഭാര്യ വലിച്ചു കൊണ്ടുപോകണം. ഭർത്താവ് പാളയിലിരിക്കും, ഭാര്യ വലിച്ചു കൊണ്ടുപോകും അല്ലേ? അപ്പൊ അങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ തലക്ക് തുടങ്ങിയാൽ അങ്ങേ തലക്ക് ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിൽ ഇരിക്കുന്ന ആൾ, അതായത് പാളയിൽ ഇരിക്കുന്ന ആള് ആ ലൈനിൽ ടച്ച് ചെയ്യണം, കൈകൊണ്ട് ടച്ച് ചെയ്യണം. അങ്ങനെ ആദ്യം കൈകൊണ്ട് ടച്ച് ചെയ്യുന്ന ആളായിരിക്കും ഫസ്റ്റ്. യെസ്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. കപ്പിൾസ് ഒന്ന് പരിചയപ്പെടാം. ബാബോട്ട, എന്താണ് പേര്? ബാബോട്ട? എന്റെ പേര് ഇതാരോ ചോദിച്ചെടുക്കാത്. ബാബോട്ട രണ്ടും എന്താ അറിയോ? ബാബോട്ട എന്താ വർഷങ്ങളായിട്ട് കാലിക്കടവിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ഒരു സൗഹൃദം ഒന്നുകൂടി പറഞ്ഞു പോകുന്നത്. കാരണം ഫോട്ടോഗ്രാഫി മേഖലയിൽ എത്രയോ വർഷങ്ങളായിട്ട് സജീവമായിട്ടുള്ള ഒരാളാണ്. അത്രയും സൗഹൃദമുള്ള ഒരാളായതുകൊണ്ട് ബാബോട്ട പറ വിശേഷം. ഇപ്പോൾ ഇവിടെ വന്ന ആൾക്കാരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. ഇവിടെ ക്യാമറാമാൻമാരും എന്നിങ്ങനെ ആങ്കർ ആയാലും എല്ലാം. ഇപ്പോൾ ഞാൻ സ്റ്റുഡിയോ എടുത്തതെന്ന് പറഞ്ഞു. ഇത് എൻ്റെ ഭാര്യ സുമി, അവൾ പോലീസിൽ വർക്ക് ചെയ്യുന്നതാണ്, കേരള പോലീസിൽ. ഓക്കെ. അപ്പോൾ ബാബുവേട്ടനും സുമിയും പേര് പറഞ്ഞോ. എന്ത് ചെയ്യുന്നു? കള്ളിഷാബില് ഇവിടെ കാണണം. പറ പേര്. ശ്രുതി. വിനോദ്, ശ്രുതി. അടുത്ത ആള് ഋഷാന്തി. പേര് പറഞ്ഞോ. രതീഷ് കരക്കേരു. അടുത്ത ആള് സുനിൽ കുമാർ. ഓക്കെ. വാമഭാഗത്തല്ല ഉള്ളത്, വലത് ഭാഗത്താണ്, കുഴപ്പമില്ല. ലിസിയാണ്. അപ്പൊ സുനിൽ കുമാർ ആൻഡ് ലിസി. ഇവിടെ ദേവൻ കരക്കേരു. ഇവിടെ
ബിന്ദു. അപ്പൊ ഇത്രയും ആൾക്കാരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആദ്യം പാളിൽ ഇരിക്കാം, ഇനി വലിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോവാം. ഏറെ രസകരമായ മത്സരം എന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന ആൾക്ക് കുറച്ച് സുഖം കുറച്ച് കൂടുന്ന മത്സരം. എങ്ങനെ ഈ മത്സരത്തെ കുറിച്ച് എന്താ പറയാൻ? ഇത് അടിപൊളി മത്സരമാണ്, സൂപ്പർ മത്സരം, നല്ല രസം ഉണ്ടാവുമല്ലോ. എങ്ങനെയാ ഫസ്റ്റ് അടിക്കും? മിക്കവാറും മിക്കവാർക്കും. ഇവിടെ വലിയ പ്രതീക്ഷയില്ല. ഇവിടെ എങ്ങനെ? എനിക്കാവും തോന്നില്ല. സുനി എങ്ങനെ ഫസ്റ്റ് അടിക്കൂലേ? ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ തുറന്നു പരമാവധി നോക്കാം. അപ്പൊ ഇവിടെ 1, 2, 3, 4, 5 കപ്പിൾസ് ആണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പം എല്ലാവരും റെഡിയല്ലേ? അപ്പൊ നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ആദ്യം കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ സ്നേഹം, ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന് കയ്യടി, നല്ലൊരു കയ്യടി, നല്ലൊരു കയ്യടി. ആയില്ല വിസില് ശബ്ദം വന്നാൽ തുടങ്ങാം. റെഡി റെഡി വിസിൽ വന്നാലും വിളിക്കരുത്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. വാശിയേറിയ മത്സരം. നല്ലൊരു കയ്യടി വാങ്ങിയ ഒരു മത്സരമാണ് ഈ മത്സരത്തിൽ. നമുക്ക് ഇവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് നൽകാൻ വേണ്ടിയിട്ട് ഏറെ സ്നേഹത്തോടെ ഏറെ ആദരവോടെ ഇവിടത്തേക്ക് ക്ഷണിക്കുന്നത് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ CK രഘു. പ്ലീസ് വെൽക്കം CK രഘു. നല്ലൊരു കയ്യടിയോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അത് ഈ മത്സരത്തിലെ 2ാം സ്ഥാനം നേടിയ സഹദേവൻ ആൻഡ് ബിന്ദു അവർക്കുള്ള സമ്മാനമാണ്. ഇമ്മാനുവൽ സിൽക്സ് കാഞ്ഞങ്ങാട് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം. ഒരു നല്ലൊരു കയ്യടിയോടെ നമുക്ക് കൊടുക്കാം. നല്ലൊരു കയ്യടി. ആവേശകരമായ ഒരു മത്സരമായിരുന്നു. 1ാം സ്ഥാനം ബാബു ആൻഡ് സുമി. അവർക്കുള്ള സമ്മാനവും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇമ്മാനുവൽ സിൽക്സ് തന്നെയാണ്. ഓക്കെ, ഒരു കയ്യടി ബാബു ഏട്ടനും കുടുംബത്തൊരു കയ്യടി, നല്ലൊരു കയ്യടി. ഓക്കെ, ഇവിടെ ഒരുപാട് ആൾക്കാർ മത്സരത്തിൽ പങ്കെടുക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷെ എന്നാലും എന്തോ ഒരു ചമ്മല്, ചെറിയൊരു മടി. അപ്പൊ അവർക്കുള്ളൊരു ചോദ്യമാണ്. നമുക്കൊരു ചോദ്യം കൊടുത്താൽ അവർക്ക് നമുക്ക് ഓണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചാലോ? ഓണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എല്ലാവരോടും ഓണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യമാണ്. ഓണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് പോവാണ്. പറയാം. ചോദ്യതാണ്, മഹാബലി എല്ലാവർക്കും അറിയാലോ. മഹാബലിയുടെ യഥാർത്ഥ പേരറിയോ? മഹാബലിന്റെ മാവേലി എന്നല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടോ? ആ ഉണ്ട്. മാവേലി എന്നല്ലാതെ മഹാബലിയുടെ പേരെന്താ? ആർക്കേലും അറിയോ? ആർക്കറിയും മഹാബലി തമ്പുരാന്റെ യഥാർത്ഥ പേര് എന്താണ്? ഇവിടെ ഇങ്ങനെ പോവാം. മഹാബലി തമ്പുരാന്റെ യഥാർത്ഥ പേര്. നല്ലൊരു സമ്മാനമുണ്ട്. ആരും നെറ്റ് എടുക്കരുത്, ഗൂഗിൾ അടിക്കരുത്. മഹാബലി തമ്പുരാന്റെ യഥാർത്ഥ പേര് ഈ ഭാഗത്തില്ല, ഈ സൈഡ്. മഹാബലി തമ്പുരാന്റെ യഥാർത്ഥ പേര് പറ. അതന്നെ ഉത്തരനെ. ഒന്ന് എഴുന്നേക്ക്. എല്ലാവരും ചേർന്ന് ഒരു നല്ലൊരു കയ്യടി. പറ. അതല്ല എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്. ഓക്കെ, അപ്പോ മഹാബലി തമ്പുരാന്റെ യഥാർത്ഥ പേര് ഇവിടെ ഇങ്ങനെ പോവാ. മഹാബലി തമ്പുരാന്റെ യഥാർത്ഥ പേര് ഗൂഗിൾ നോക്കലടാ കുട്ടാ. മഹാബലി തമ്പുരാന്റെ യഥാർത്ഥ പേര് ഇവിടെ. ഞാനീ കളിക്കില്ല. ഓക്കെ, ഇവിടെ മഹാബലി തമ്പുരാൻ. അനിയേട്ടാ, മഹാബലി തമ്പുരാന്റെ യഥാർത്ഥ പേര് അറിയില്ല. യെസ്, നീ ഗൂഗിളിൽ നോക്കിയത് ഞാൻ കണ്ടിട്ടാ കള്ള അല്ലേ? ആര് നോക്കിയത് പറ. അല്ല, എന്നാലും ഇവൻ ആ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കൊരു ശ്രമമുണ്ട്. ആ ഒരു ശ്രമമുണ്ട്. മഹാബലിയുടെ യഥാർത്ഥ പേരെന്താടാ കൂട്ടാ? ഇന്ദ്രൻസാ. അപ്പൊ ഈ മിടുക്കൻ നമുക്ക് വേണ്ടി അതിന്റെ ആൻസർ പറയും. മഹാബലി തമ്പുരാന്റെ യഥാർത്ഥ പേരെന്താണ്? മഹാബലി തമ്പുരാന്റെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ. നല്ലൊരു കയ്യടി. കാരണം ആള് പെട്ടെന്ന് നെറ്റിൽ എടുത്തല്ലേ മൊബൈലൊക്കെ തപ്പിപ്പിടിച്ച് സംഭവം കൊണ്ടുവന്നു. പക്ഷെ ആ എടുത്തൊരു എഫേർട്ട് ഉണ്ട് അല്ലേ രാഹുലെ? ഇത്രയും പെട്ടെന്ന് അത് തപ്പിപ്പിടിച്ച് കണ്ടെത്തണ്ടേ? ശ്രദ്ധിക്കുന്ന സമയത്ത് ഇന്ദ്രസേന ഇന്ദ്രൻസ് എന്തോ കിട്ടും. അപ്പൊ പാഞ്ഞോണ്ട് വന്ന് ഫസ്റ്റ് പറയണല്ലോ. അതെ, അതാണ് വന്നാണ് പറഞ്ഞു ഇന്ദ്രൻസ്. അപ്പൊ ഏതായാലും ഈ മിടുക്കനെ ഒരു നല്ലൊരു കയ്യടി കൊടുത്തേ.
മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ എന്ന് കണ്ടുപിടിച്ച് പറഞ്ഞ ഈ മിടുക്കന് പേരെന്താടാ? അർജുൻ രാജ്. ഒരു നല്ല കൈയടി, ഒരു നല്ലൊരു സമ്മാനം. ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയ ആൾക്കാരുണ്ട്. പലർക്കും മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു മടിയുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് രാഹുലേ. അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. തീർച്ചയായും ഇതൊരു തമാശകളുടെ ചോദ്യമാണ്, ഒരു കുസൃതി ചോദ്യമാണ്. ആ രീതിയിൽ കണ്ടാൽ മതി. ആദ്യം കൈ പൊക്കുന്നടത്തേക്ക് വരാം. അപ്പോ ചോദ്യം ഇതാണ്: പേര് കൊണ്ട് ഒന്നാമൻ, പക്ഷേ ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും അവസാനമായിരിക്കും. കൈവക്കി വിനോദ 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 ഒന്നാമത്തെ ക്ലൂൽ തന്നെ കൈവക്കി പോയി. അപ്പുറത്താ ആ ആടെ പക്ഷെ ഒന്നാമത്തെ ക്ലൂല് ഒന്നാമത്തെ ക്ലൂല് കൈവക്കി. ഒന്നാമത്തെ ക്ലൂ തന്നെ കൈവക്കി. ആ first ഓക്കെ. ആള്. അപ്പം ആദ്യം വിളിക്ക്, എന്നിട്ട് ചോദിക്കാലോ ഉത്തരം. ബാ. വാ. ഒന്ന് വാ. ഓണത്തിനിടക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ വലിയ വലിയ മത്സരങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മളെ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ജസ്റ്റ് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു പോയതാണ്. ഏറെ രസകരമായ ഒരു ചോദ്യമാണ്. പേര് കൊണ്ട് ഒന്നാമൻ, പക്ഷെ ഇതിന്റെ സ്ഥാനം എന്ന് പറഞ്ഞ എപ്പോഴും അവസാനമായിരിക്കും. അപ്പം കൈ പൊക്കിയിട്ടുണ്ട്. ഒന്ന് ആദ്യം പരിചയപ്പെടാം. പരിചയപ്പെടാം. പേരെന്ന് ദേവിപ്രിയ. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മൊത്തം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, അപ്പോ പിന്നെ എന്തായിരുന്നു ഉത്തരം? പ്രഥമൻ. പ്രഥമൻ. പ്രഥമൻ എന്ന് പറഞ്ഞാൽ ഒന്നാമൻ എന്നർത്ഥം. പക്ഷെ ഈ പ്രഥമന്റെ സ്ഥാനം എപ്പോഴും എവിടെ ആയിരിക്കും അല്ലേ? സദ്യ എല്ലാം കഴിച്ച് അല്ലെ? അങ്ങനല്ലേ? ഇതിന്റെ പേര് കൊണ്ട് ഒന്നാമനേ ഉള്ളൂ, ഇതിന്റെ സ്ഥാനം എപ്പോഴും അവസാനമായിരിക്കും അല്ലേ മതോട്ടാ? അങ്ങനല്ലേ? ഓക്കെ. അപ്പൊ പ്രഥമൻ എന്നും പറഞ്ഞ ഉത്തരം പറഞ്ഞ വേറെ കുറെ ആൾക്കാരുണ്ട്. ഇവിടെ ആദ്യം കൈ പൊക്കിയോണ്ട് ഇവിടെ സമ്മാനം കൊടുക്കുകയാണ്. ഒരു നല്ലൊരു കൈയടി, നല്ലൊരു കൈയടി. ഇനി ഇവിടെ കൂടിയ ആളുകൾ ഇന്ന് രാഹുലെ നമ്മള് ജിമ്മന്മാര് കരുത്തരെ കണ്ടെത്തുന്ന ഒരു മത്സരത്തിലേക്കാണ് പോകുന്നത്. ഇഷ്ടിക വെച്ചിട്ടൊരു മത്സരമാണ്. മത്സരത്തിന്റെ നിബന്ധന എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഏതെങ്കിലും 2 വിരൽ മാത്രം ഉപയോഗിക്കാം. ആ 2 വിരൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ഇഷ്ടിക എത്ര നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അവർക്കാണ് സമ്മാനം അല്ല രാഹുലെ? അപ്പോൾ ഈ കയറിനെ ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ എത്ര നേരം പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് മത്സരം. റെഡി അല്ലേ? വർക്കാവോ? റെഡി. എല്ലാവരും കയ്യടിക്ക് ഒരു കുറവും വേണ്ട. കാരണം കയ്യടി ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് കൂടുതൽ ഊർജ്ജം കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. 2 കൈകൾ തമ്മിൽ കൂട്ടിയെടുക്കുമ്പോൾ കിട്ടുന്ന മനോഹരമായ ശബ്ദമാണ്. അതൊന്ന് ആദ്യം കൊടുക്കാം, ഒരു പ്രോത്സാഹനം. എല്ലാവരും കൈയടി, നല്ലൊരു കൈയടി. ഓക്കെ, യെസ്. മത്സരം ആരംഭിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട് നൗ. കൈ അനക്കരുത്. അത്യന്തം വാശിയേറിയ മത്സരം, ഏറെ രസകരമായ ഒരു മത്സരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത്യന്തം വാശിയേറിയ മത്സരം, അത്യന്തം വാശിയേറിയ മത്സരം. വെള്ളത്തിലിട്ട് ഇഷ്ടിക. സമയം നോക്കുന്നില്ലേ? ടച്ച് ചെയ്യരുത്. 2 വിരൽ, 2 വിരൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 2 വിരൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 2 വിരൽ മാത്രം. കയറ് മുട്ടരുത്. കയറ് മുട്ടരുത്. കുറച്ച് വാ. വരച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ? ദേവാട്ടന്റെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ല. ഇതാ അവിടെ നിന്ന് സംഭവം സുനിക്കും സംഭവമില്ല, ഒരു പ്രശ്നമില്ല. എത്ര വേണമെങ്കിലും പോകും. കൈ ടച്ച് ചെയ്യരുത്. 2 വിരൽ, ഏതെങ്കിലും 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 2 വിരൽ. ഓക്കെ, ഏതെങ്കിലും 2 വിരൽ മാത്രം ഉപയോഗിക്കാം. ഏതെങ്കിലും 2 വിരൽ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. വളരെ രസകരമായ മത്സരം. കാണുന്നവർക്ക് മാത്രം രസകരമായ മത്സരം. ഒട്ടും രസകരമായ മത്സരമല്ല. ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിരല് ടച്ച് ചെയ്യരുത്. രണ്ടാമത്തെ ആള് വിരൽ ടച്ച് ചെയ്യരുത്. ഇല്ല, ആകെ 2 വിരൽ മാത്രം ഉപയോഗിക്കാം. പിലിക്കോടിന്റെ കരുത്തനെ കണ്ടെത്തുന്ന മത്സരം. ഏറെ വാശിയേറിയ, ഏറെ പ്രയാസമുള്ള മത്സരം. കയറ് മുട്ടരുത്. അപ്പൊ ആദ്യത്തെ ആള് ഓക്കെ,
മത്സരം എന്നതിനപ്പുറം മത്സരം തന്നെയാണിത്. കൈ വളഞ്ഞു കൈ വളഞ്ഞ് വളഞ്ഞ് പോകുന്നുണ്ട്. ഉള്ളിലോട്ട്. ആനയുടെ തുപ്പിക്കൈ പോലെ ഉള്ളിലോട്ട് ഇവിടെ 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 ഒട്ടും വിട്ടു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി 5 പേര് ഇഞ്ചോടിഞ്ച് 5 പേര് ഇവിടെ ബിനുവിന്റെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസം പോലുമില്ല. മധുവാട്ടന്റെ മുഖത്ത് ഭാവ വ്യത്യാസമില്ല. രാജേഷ് മാഷ മുഖത്ത് ചെറിയ തോതിൽ ഭാവപ്രകടനങ്ങളിൽ മിന്നി പറയുന്നുണ്ട്. ഓക്കെ, രാജേഷ് മാഷം ഔട്ടായിരിക്കുന്നു. ഇനി 4 പേര് കൈയടിക്കാൻ നമുക്ക് നല്ലൊരു ആവേശത്തോടെ മത്സരമാണ്. ഇഷ്ടിക്കപ്പെടുത്ത മത്സരം വിടരുത്. ഓക്കെ, ഇനി 3 പേര് മാറ്റവുമില്ലാതെ, യാതൊരു ഭാവമാറ്റവുമില്ലാതെ ഈ മത്സരം തുടങ്ങിയത് മുതൽ അല്ല, രാവിലെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കാണുന്ന ആളുകൾക്ക് മാത്രമാണ് രസമുള്ള മത്സരം. ദാ ഇവിടെ ഇവിടെ വെറുതെ തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, ഇനി 2 പേര് ഒരാൾ രണ്ട് പേര് മധു and വിനോദ്. മധു and വിനോദ്. മധു and വിനോദ്. ആരായിരിക്കാം? വിട്ടുകൊടുക്കരുത്. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. വാശിയേറിയ മത്സരം. കാസർഗോഡ് ഡിവിഷനും ഫ്രണ്ട്സ് കരക്കേരുവും ചേർന്നൊരുക്കുന്ന ഏറെ രസകരമായ അത്യന്തം വാശിയേറിയ മത്സരം. വിടരുത്, 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 ഇല്ല. വിട്ടുകൊടുക്കരുത്. ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കരുത്. Yes. വാശിയേറിയ മത്സരം. അവസാന ഘട്ടത്തിലെ കയറിൽ മുട്ട മധുട്ട. കയറ് മുട്ടാതെ പോട്ടെ, കയറ് മുട്ടാതെ പോട്ടെ, കയറ് മുട്ടാതെ. അപ്പോ ഇവിടുത്തെ കരുത്തരെ കണ്ടെത്തിയിരിക്കുന്നു. കാണികൾക്ക് മാത്രം രസകരമായ ഒരു മത്സരം, പങ്കെടുക്കുന്നവർക്ക് ഒട്ടുമല്ല അല്ലെ, അങ്ങനത്തെ മത്സരമല്ല. അപ്പൊ ഇവിടുത്തെ കരുത്തരുതാ 2 പേരാണ്. അപ്പൊ നമുക്ക് രാഹുലെ ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലെ ഫസ്റ്റും സെക്കൻഡും നേടി 2 കരുത്തന്മാർക്കുള്ള സമ്മാനം കൊടുക്കാം അല്ലെ. കരുത്തന്മാർക്കുള്ള അടിപൊളി സമ്മാനങ്ങളാണ്. ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാടും ചെറുവത്തൂരുണ്ട്. അതുപോലെ തന്നെ ഇമ്മാനുവൽ സിൽക്സ് കാഞ്ഞങ്ങാടും തരുന്ന സമ്മാനമാണ്, മനോഹരമായ സമ്മാനമാണ്. അപ്പൊ നമുക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യം അദ്ദേഹത്തെ നമുക്ക് ഏറെ സ്നേഹത്തോടെ നല്ലൊരു കൈയ്യോടെ നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. പ്ലീസ് വെൽക്കം വി കൃഷ്ണൻ. കൃഷ്ണേട്ടനെ ഏറെ സ്നേഹത്തോടെ സമ്മാനദാനത്തിലേക്ക് വിളിക്കുകയാണ്. ഒരു നല്ലൊരു കൈയടി, എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി. മത്സരത്തിലെ 2ാം സ്ഥാനക്കാരനായ മധുവേട്ടന് ഇമാനുവൽ സിൽക്സ് നൽകുന്ന ഒരു മനോഹരമായ ഇമാനുവൽ സിൽക്സ് കാഞ്ഞങ്ങാട് നൽകുന്ന നല്ലൊരു സമ്മാനമാണ് മധുവായിട്ട് കൊടുക്കുന്നത്. ഒരു നല്ലൊരു കൈയടി. ഓക്കെ, ഇനി ആവേശകരമായ മത്സരത്തിലെ 1ാം സ്ഥാനം. ആ 1ാം സ്ഥാനം വളരെ ആയാസകരമായ ഒരു മത്സരമാണ്. ഒരു സമ്മാനം കുറച്ച് വലുതാണ്. ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് വിനോദം നൽകിയിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. എല്ലാരും ഒന്നിച്ചോണം. രസകരമായ മത്സരങ്ങൾ തുടരുകയാണ്. ഇനി വനിതകൾ കരുത്ത് തെളിയിക്കുന്ന മത്സരത്തിലേക്കാണ് പോകുന്നത്. രാഹുലെ എന്നോട് ഒരു മിനിറ്റ്. ഇത്രയും ആളുകൾക്കിടയിൽ വളരെ ധൈര്യപൂർവം ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന ഈ അമ്മമ്മക്ക് ഒരു നല്ലൊരു കൈ കൊടുത്തു. അതാണ് ഒരു മത്സരാകുമ്പം പ്രായമല്ല അല്ലെ, വിജയിക്കാനുള്ള മനസ്സാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് മത്സരത്തിലേക്ക് വന്ന അമ്മമ്മക്ക് എല്ലാവിധ ആശംസകളും. മത്സരം അമ്മമ്മ ഉറപ്പായിട്ട് ജയിക്കൂലേ? അതെ, പ്രായം എന്നുള്ളത് ഒരു നമ്പർ മാത്രമാണ്. ജസ്റ്റ് എ നമ്പർ. യെസ്, നമുക്ക് മത്സരത്തിലേക്ക് പോകുന്നു. നേരത്തെ അതേ നിയമം തന്നെയാണ്. 2 വിരൽ മാത്രം ഉപയോഗിക്കാൻ. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് ഈ 3 വിരൽ ആദ്യം ഒന്ന് അകത്തേക്ക് അവിടെ മടക്കി പിടിക്കുക. പിന്നെ അവശേഷിക്കുന്ന ഈ 2 വിരൽ മാത്രം നിങ്ങൾ മത്സരത്തിൽ ഉപയോഗിക്കാം. ഇഷ്ടിക പിടിക്കാൻ ഉപയോഗിക്കേണ്ട 2 വിരൽ ഇത് മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടിക കയ്യിലെടുത്ത് പിടിച്ചോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്നേഹം കൈയടി തന്നെയാണ്. അത് ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ടാവണം. റെഡി? 2 വിരൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. വിടരുത്. വാശിയേറിയ മത്സരം. കരുത്ത് എന്നുള്ളത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകളും അത് തെളിയിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ
ഇതാ മത്സരത്തിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 പേരാണ് ഈ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. വളയരുത്. 3 പേരിൽ ഉപയോഗിക്കരുത്. അവിടെ 3 പേര്, അവിടെ 3 പേരിൽ കാല് നോക്കണം, കാല് നോക്കണം, ഇഷ്ടിക ഇടുമ്പോ കാല് നോക്കണം, കാല് നോക്കണം, കാല് നോക്കണം. 3 പേരിൽ 3 പേരിൽ ഉപയോഗിക്കരുത്. നമ്മൾ തന്നെയാണ് സംഘാടകര്, നമ്മൾ തന്നെയാണ് മത്സരം പങ്കെടുക്കുന്നത്. വനിതകളിലെ നമ്മൾ തന്നെ നിയമം പാലിക്കുക. പെൺകരുത്ത് ആരാണെന്ന് കരുത്ത് കണ്ടുപിടിക്കാനുള്ള മത്സരം. മുഖത്ത് യാതൊരു ഭാവമാറ്റവുമില്ലാതെ എങ്ങനെയാണ് ഒന്നുമില്ല, ഒരു ഭാവ വ്യത്യാസവും വ്യത്യാസവുമില്ലാതെയാണ് പിടിക്കുന്നത്. ശ്രദ്ധ ഒരു സ്ഥലത്തേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഓക്കേ, വീണ്ടും ഒരാള് പിന്മാറിയിരിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം. 1, 2, 3, 4, 5, 6 പേര്, 6 പേര്. അവർത്ത് പിടിക്കുക. വിടരുത്, 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 വിടരുത്. വല്ലാത്തൊരു മത്സരമായി പോയി. നല്ലൊരു കയ്യടി, യാതൊരു കുലുക്കവുമില്ലാതെ കുറച്ച് ബാക്ക് നിൽക്കണം, കുറച്ച് ബാക്ക് ചെറുപ്പക്കാരികളെല്ലാം പിൻവാങ്ങിയപ്പോഴും കുറച്ച് ബാക്ക് നിൽക്കണം. പ്രായം തളർച്ചാത്ത പോരാളിയായി കുറച്ച് ബാക്ക് നിൽക്ക്, കുറച്ച് ബാക്ക് നിൽക്ക്. മത്സരത്തിൽ പങ്കെടുത്ത 4 പേർ, 4 ചെറുപ്പക്കാർ, 5 ചെറുപ്പക്കാരികൾ പിൻവാങ്ങിയപ്പോൾ യാതൊരു കൂസലുമില്ലാതെ, യാതൊരു കാരണവശാലും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മമ്മ അതന്നെ വിടല്ല, വിട്ടൂടാ, 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 വിടൂല, യാതൊരു കാരണവശാലും വിടൂല. അല്ല രാഹുലെ, എന്തെന്ന് പറയാൻ വാക്ക് കിട്ടുന്നില്ല. ബാക്കി എല്ലാവരും ഔട്ടായി. അത്യന്തം വാശിയേറിയ ഏറെ രസകരമായ മത്സരം. കാസർഗോഡ് വിഷനും ഫ്രണ്ട്സ് കരക്കേറി ഒരുക്കിയ എല്ലാവരും ഒന്നിച്ചോണം എന്ന പ്രോഗ്രാം വളരെ തകൃതിയായിട്ട് മുന്നേറുകയാണ്. കുറച്ചൊന്ന് നേരെ പിടിച്ചാൽ നല്ലത്. നിങ്ങൾ കുറെ അടുത്തേക്ക് വന്നു. വിട്ടൂടാ, ഉറപ്പായിട്ടും മേടിക്കണം, സമ്മാനം മേടിക്കണം, വിടരുത്. നമ്മുടെ നിയമങ്ങളെല്ലാം പലതും കാറ്റിൽ പാറി എന്നുള്ള സത്യമാണ്. എന്നാലും രസകരമായിട്ട് മത്സരം മുന്നോട്ട് പോവുകയാണ്. നിയമങ്ങളൊക്കെ നിയമത്തിന്റെ വഴിയിലൂടെ പോയി, എന്നാലും കുഴപ്പമില്ല. മത്സരം അത് വളരെ ഗംഭീരമായിട്ട് ആവേശത്തോടുകൂടി വാശിയാണ്, വിട്ടുകൊടുക്കൂലെന്നില്ല വാശി, അത്യന്തം ആവേശകരമായ വാശി. ഇത് പിള്ളേരെ ആടാത്, ഇത് പിള്ളേരെ ആടാത്, ഇത് പിള്ളേരെ ആടാ. അതാണ് പിള്ളേരെ വിടൂല, വിട്ടൂടാ. പിള്ളേരെ എല്ലാവരും ചേർന്ന് കയ്യടി കൊടുക്ക്, എല്ലാവരും കയ്യടി കൊടുക്ക്. ഈ ഓണം ഇതിൽ പരം മറ്റെന്ത് സന്തോഷം. വാശിയേറിയ മത്സരം, ഒരു രക്ഷയില്ലാത്ത മത്സരം. പണ്ട് കണ്ടത്തിലെല്ലാം പണിയെടുക്കുമ്പോണ്ടായൊരു വാശിയില്ലേ, അതാണ് നേരത്തെ പറഞ്ഞതുപോലെ നിയമങ്ങളൊക്കെ നിയമത്തിന്റെ വഴിയിലൂടെ പോയി എങ്കിലും മത്സരം വളരെ ഗംഭീരമായിട്ട് ആവേശോജ്വലമായിട്ട് മുന്നേറുകയാണ്. വിട്ടുകൊടുക്കരുത്. മൂന്ന് പേര് ഇഞ്ചോടിഞ്ച് പോരാട്ടം. 3 പേര്. പ്രായം എന്നുള്ളത് വെറും നമ്പർ ആണെന്ന് മാത്രം തെളിയിച്ചുകൊണ്ട് ഒരു മത്സരം. രാഹുലെ, നമ്മൾ വിസിൽ വിളിക്കേണ്ടി വരുമോ? നീട്ടിപ്പിടിച്ചോ. 3 പേർക്ക് ഫസ്റ്റ് കൊടുക്കേണ്ടി വരുമോ? 3 പേർക്കും ഫസ്റ്റ് കൊടുക്കേണ്ടി വരും. വിനോദ, യാതൊരു കാരണവശാലും ഒരു നല്ല കയ്യടി നോക്കാം നമുക്ക്. നല്ലൊരു കയ്യടി. ഓക്കെ, കാല് നോക്കണം, താഴെ കാല് നോക്കണം. ഇത് മത്സരം, ആവേശകരമായ മത്സരം. ഇതാണ് മത്സരം. ഇഞ്ചോടില്ല. വാശിയേറിയ മത്സരം. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പിന്മാറാം. അങ്ങനെ പിന്മാറാം. ഓക്കെ, ഈ മിണ്ടാതിരിക്കുന്നവരല്ല. വാശിയേറിയ മത്സരം. യാതൊരു കാരണവശാലും പിന്മാറൂല. പുരുഷന്മാരുടെ കരുത്തല്ല കരുത്ത്, ഇതാണ് കരുത്ത് എന്ന് പറഞ്ഞുകൊണ്ട മത്സരം. നല്ലൊരു കയ്യടി. ഓക്കെ, ഓക്കെ, ഓക്കെ.
രണ്ടുപേരും നമ്മളെ ഒന്നാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു. ആദ്യം ഈ അമ്മക്ക് ഒരു നല്ലൊരു കയ്യടി. ഓക്കെ, ഇവിടെയും അവസാനം വരെ പോരാടി. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കാണുന്ന ആളുകൾക്ക് മാത്രം രസകരമായ ഒരു മത്സരമാണ്. അപ്പോൾ നമുക്ക് ഇവർക്ക് സമ്മാനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓണ സമ്മാനം എന്ന് പറഞ്ഞത് അതെന്താണ്? കയ്യടി അല്ലേ? എല്ലാവരും ചേർന്നിട്ട് കയ്യടി, നല്ലൊരു കയ്യടി, ഉഷാറായ കയ്യടി. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഇവർക്കുള്ള സമ്മാനം നൽകുന്നത് കലാ കായിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം എം രാജൻ. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സമ്മാനദാനത്തിന് വേദിയിലേക്ക് വിളിക്കുന്നു. ഫസ്റ്റ് പ്രൈസിന് 2 പേർക്കാണ് സമ്മാനം. ഇമാനുവൽ സിൽസ് കാഞ്ഞങ്ങാട് നൽകുന്ന സമ്മാനമാണ്. 2 പേർക്കും സമ്മാനം. ഒരു നല്ലൊരു കയ്യടി, എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി. ഇമാനുവൽ സിൽസ് കാഞ്ഞങ്ങാട് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം. ഇമാനുവൽ സിൽക്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം. രണ്ടാം സമ്മാനം നേടിയിരിക്കുന്ന വ്യക്തിക്ക് സിറ്റി ഗോൾഡ് കാസർഗോഡ് നൽകുന്ന അവരുടെ ഒരു മനോഹരമായ ഒരു സ്നേഹോപഹാരം, ഒരു നല്ലൊരു സമ്മാനമാണ്. ഒരു നല്ലൊരു കയ്യടി. അപ്പോ നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ ഈ മത്സരത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്, ഏറ്റവും വലിയ ആവേശം എന്ന് പറഞ്ഞത് അമ്മമ്മ ഈ മത്സരത്തിൽ പങ്കെടുത്തു. അതും എല്ലാവർക്കും ഒപ്പം ആദ്യം തന്നെ ആ മത്സരത്തിന്റെ സ്പിരിറ്റ് കണ്ടുകൊണ്ട് വന്നു. അപ്പൊ അമ്മക്ക് ഒരു നല്ലൊരു കയ്യടി. ഒപ്പം കാസർഗോഡ് വിഷൻ നൽകുന്ന ഒരു ഓണപ്പുടവയും സമ്മാനം നൽകുന്നു. രാജേട്ട പ്ലീസ്. ഒരു കയ്യടി വരാ. ഓക്കെ, താങ്ക് യു. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാലേ ഓടിക്കൂടൂ. റെഡിയല്ലേ? റെഡി, 1 2 3 പറഞ്ഞിട്ട് കയ്യടി. കുപ്പായം വിട്ടൂടാ, കുപ്പായം വിടല്ല. അതിന്റെ മേലെ കടന്നോ. ആടേതാ. ഏറെ വാശിയേറിയ മത്സരത്തിൽ, മിഠായി പറക്കൽ മത്സരത്തിൽ 37 മിഠായികൾ വീതം പറക്കിയെടുത്ത രണ്ട് കുട്ടികളുണ്ട്. അവരുടെ പേര്, ഒന്ന് ദിശാനിക്ക് നല്ല ദിശാനി. പിന്നെ അനേഘ. ഓടിയോ ഇങ്ങോട്ട്. വാ. ഈ 2 പേരാണ് 37 മിഠായി കുറഞ്ഞ സമയം കൊണ്ട് പറക്കിയെടുത്തത്. രണ്ടാം സമ്മാനം 10 മിഠായി കുറവാണ്, 27 മിഠായി. ജാൻവി ഓർത്തു. ഏടെ പോന്ന്, ഇങ്ങോട്ട് വാ. ഇവർക്കുള്ള സമ്മാനം നൽകുന്നത് നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള രേഷ്മ അവർകളാണ്. അവരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചെമ്മണ്ണൂർ ഗോൾഡ് കാഞ്ഞങ്ങാട് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. രണ്ടാം പ്രൈസിന് ജാൻവിക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേ. എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി. ഈ കുഞ്ഞു മക്കൾക്ക് നല്ലൊരു കയ്യടി. ഇനി ഒന്നാം സ്ഥാനം നേടിയ ചെമ്മണ്ണൂർ ഗോൾഡ് കാഞ്ഞങ്ങാട് നൽകുന്ന സമ്മാനം തന്നെയാണ്. ചെമ്മണ്ണൂർ ഗോൾഡ് കാഞ്ഞങ്ങാട് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം. 2 പേരാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഹാപ്പി ആണോ? ആയിക്കോട്ടെ. ഐ ലവ് യു എന്നോടാ. ഐ ലവ് യു. ഫ്രണ്ട്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയം, ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും കാസർഗോഡ് വിഷനും ചേർന്നൊരുക്കുന്ന എല്ലാരും ഒന്നിച്ചോണം
അടുത്ത മത്സരത്തിലേക്ക് പോവാണ്. അടുത്ത മത്സരവും ഏറെ രസകരമായ അത്യന്തം വാശിയേറിയ ഒരു മത്സരത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. രാഹുല്, കുറെ ഗ്ലാസ് ഉണ്ട് അല്ലേ? പേപ്പർ ഗ്ലാസ്. കുറെ പേപ്പർ ഗ്ലാസ് ഉണ്ട്. എൻ്റെ കയ്യിൽ വളരെ ചെറിയൊരു ബലൂൺ കൂടിയുണ്ട്. മത്സരം ഇങ്ങനെയാണ്, ഒരു ബലൂൺ തരും. ആ ഒരു ബലൂണ് നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് മാത്രം ഉപയോഗിക്കാം. എന്നിട്ട് വളരെ 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 വലിയൊരു ബലൂണാണ്. ഇത് ഊതി വീർപ്പിച്ചിട്ട്, അതായത് ഈ ഗ്ലാസിനകത്തേക്ക് വെച്ചിട്ട് ഊതി വീർപ്പിക്കണം. എന്നിട്ട് ഇതിങ്ങനെ ടൈറ്റാക്കി എടുക്കുക. ബലൂണ് ഊതി വീർപ്പിച്ചിട്ട് ടൈറ്റാക്കി എടുത്തിട്ട് ഈ ലൈനിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവെക്കണം. ഇപ്പുറത്തേക്ക് കൊണ്ടുവെക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലെ തന്നെ നിൽക്കണം. അല്ലാതെ ഹോൾഡ് ചെയ്യാതെ ചരിഞ്ഞ് വീണാൽ അത് പോയിന്റ് ആയിക്കൊണ്ടില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ ഗ്ലാസ് ഇപ്പുറത്തേക്ക് കളക്ട് ചെയ്യുന്നവർക്കായിരിക്കും സമ്മാനം. 30 സെക്കൻഡ്. 30 സെക്കൻഡ് ആണ് സമയം. 30 സെക്കൻഡിനുള്ളിൽ എത്ര ഗ്ലാസ് വെക്കാൻ പറ്റും, കൊണ്ട് വെക്കാൻ പറ്റും, കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മത്സരം. യെസ്. അപ്പോ ഈ മത്സരത്തിൽ നമുക്ക് ആരെ വിളിക്കാം രാഹുലെ? ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ വിളിക്കാം. ഹൈസ്കൂളിൽ യെസ് അല്ലേ? ഹൈസ്കൂൾ. ഹൈസ്കൂൾ പറയുമ്പോൾ 5, 6, 7 അല്ലല്ല 8, 9, 10. 8, 9, 10 ഈ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ, ശ്വാസവുമായി ബന്ധപ്പെട്ട്, ഹാർട്ടുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. അപ്പൊ അങ്ങനെ ഇല്ലാത്തവർക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ആദ്യം ആര്? അപ്പോ മത്സരത്തിലേക്ക് കിടക്കുകയാണ്. 30 സെക്കൻഡ് ആണ്. പേര് പറഞ്ഞേ? വൈഗയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. നല്ലൊരു കയ്യടി. അങ്ങനെ തന്നെ. 30 സെക്കൻഡ് ആണ് സമയം. ഓക്കെ, അടുത്തോ. 30 സെക്കൻഡ് ആണ് സമയം. ഒരു കൈ ഉപയോഗിക്കാം. ഒരു കൈ ഉപയോഗിച്ച് ബലൂൺ വീർപ്പിക്കാം. ഒരു പോയിന്റ്. 2 പോയിന്റ്. 2 ഔട്ട്. ഓക്കെ, അപ്പൊ വൈഗ 2 പോയിന്റ്, അതായത് 2 ഗ്ലാസ് ആണ് കളക്ട് ചെയ്തത്. ഇനി ആര് ഈ 2 എന്നുള്ളതിനെ മറികടക്കാൻ? ഇനി ആര്? വാ, അടുത്താൾ വാ. മത്സരത്തിൽ പങ്കെടുക്കാൻ അടുത്ത ആള്. നമ്മളെ പേര് ഒരു പൂ ചോദിച്ചിട്ട് ഒരു പൂക്കുട കിട്ടി എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ ഇത് വന്ന് നിൽക്കുന്നുണ്ട്. മോളെ പേരെങ്ങനെ? നിവേദ്യ അജേഷ്. സംഭവം മനസ്സിലായല്ലോ? റെഡി? ഒരു കൈ ഉപയോഗിക്കാം. റെഡി? യെസ്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. സ്പീഡില് 2 വേണ്ട മറികടക്കുക. ഓക്കെ, 1 പോയിന്റ്. 2 പോയിന്റ്. കൈയടിച്ചാൽ ഇനിയും പോയിന്റ് നേടും. ഓക്കെ, 3 പോയിന്റ്. 4 പോയിന്റ്. 5 പോയിന്റ്. 6 പോയിന്റ്. അപ്പൊ വൈഗ 6 പോയിന്റ്. നിവേദ്യ 6 പോയിന്റ് ആണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ മറികടക്കാൻ ആരുണ്ട്? 6 പോയിന്റിനെ മറികടക്കാൻ അടുത്ത ആൾ വാ. മോളെ പേരെന്താ? ദേവിനെയാണ് അടുത്തായി മത്സരിക്കുന്നത്. ബലൂൺ എടുത്തോ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഒരു കൈ മാത്രം. യെസ്. 1 പോയിന്റ്. അയ്യോ, അടുത്ത ബലൂൺ എടുത്തോ. ഒന്ന് കൈയടിക്കടാ. ഒരു കൈയടി. ശ്വാസം തേച്ച് പോയാ. ഒരു പോയിന്റ് ആണ്. മോന്റെ പേര് പറ. അർജുൻ. യെസ്. റെഡി അല്ലേ? ഒരു ബലൂൺ എടുത്തോ. മത്സരം ആരംഭിക്കുന്നു. റെഡി അല്ലേ? യുവർ ടൈം സ്റ്റാർട്ട് നൗ. 6 പോയിന്റ് മറികടക്കണം. 6 പോയിന്റ് ആണ് മറികടക്കേണ്ടത്. ഓക്കെ, 1 പോയിന്റ്. 30 സെക്കൻഡ് ആണ് സമയം. 30 സെക്കൻഡിനുള്ളിൽ എത്ര ഗ്ലാസ് നിങ്ങൾ കളക്ട് ചെയ്യും, അതാണ് പോയിന്റ്. ഒരു കൈ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, 3 പോയിന്റ്. സ്പീഡാക്ക്. 6 വേണം. 30 സെക്കൻഡേ ഉള്ളൂ. 4 പോയിന്റ്. ഒന്നുകൂടി. 5. ഒന്നുകൂടി. 5 പോയിന്റ്. ടൈം ഔട്ട്. 5 പോയിന്റ്.
അപ്പൊ ഇനി നമ്മുടെ മുന്നിൽ 5 പോയിന്റും 6 പോയിന്റും ആണ് മനസ്സിലുണ്ടാവേണ്ടത്. ഇനി ആരാണ് മത്സരത്തിൽ? അർജുൻ 5 പോയിന്റ്സ്. ഓക്കെ, അപ്പൊ ഇനി ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ശിവനന്ദാണ്. ശിവനന്ദ റെഡി അല്ലേ? റെഡി, ബലൂണെല്ലാം റെഡിയാണ്, സെറ്റ് ആണ്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഇത് അടുത്തടുത്തോ. ഇല്ല, സ്പീഡില്. ഓക്കെ, 1 പോയിന്റ്. വെരി ഗുഡ്. വെരി ഗുഡ്. 2 പോയിന്റ്. ടൈം. ആദിദേവാണ് അടുത്തായി മത്സരിക്കാൻ എത്തുന്നത്. ബലൂൺ ഊതിയല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ബലൂൺ ഓക്കെ. റെഡി? റെഡി. 6 പോയിന്റും 5 പോയിന്റും ആണ് മറികടക്കേണ്ടത്. 6 പോയിന്റും 5 പോയിന്റും മറികടക്കുക. ഓക്കെ, 1 പോയിന്റ്. മിടുക്കൻ. 2 പോയിന്റ്. 3 പോയിന്റ്. യാ ബമ്പ. 4 പോയിന്റ്. 5. 6. 7 പോയിന്റ്. മോന്റെ പേര് ആദിദേവ്. 7 പോയിന്റ് ആണ് കളക്ട് ചെയ്തത്. അടുത്ത മിടുക്കനായാലും മിടുക്കിയായാലും 7 പോയിന്റ് മറികടക്കുക. അടുത്താരി വാ. മോന്റെ പേരെങ്ങനെ? അലോക്. റെഡി, യുവർ ടൈം സ്റ്റാർട്ട് നൗ. 7 പോയിന്റ് 6 പോയിന്റ് ഇതൊക്കെയാണ് മനസ്സിലുണ്ടാവുന്നത്. ഓക്കെ, 1 പോയിന്റ്. ഓക്കെ, 2 പോയിന്റ്. വെരി ഗുഡ്. 3 പോയിന്റ്. 4 പോയിന്റ്. 5 പോയിന്റ്. 6 പോയിന്റ്. 7 പോയിന്റ്. 8 പോയിന്റ്. ടൈം ഔട്ട്. ടൈം ഈസ് ഓവർ. 8 പോയിന്റ് ആണ് നേടിയിരിക്കുന്നത്. ആദിദേവിന്റെ റെക്കോർഡ്, ആദിദേവിന്റെ 7 എന്ന റെക്കോർഡ് പിന്തള്ളിക്കൊണ്ട് അലോക് 8 പോയിന്റ് നേടിയിരിക്കുന്നു. യെസ്, യതീഷ് ഇനി മത്സരത്തിൽ പങ്കെടുക്കുന്നു. യുവർ ടൈം. ഓക്കെ, വിട്ടോ. അതെ, കമോൺ, സ്പീഡ് അപ്പ്. 8 പോയിന്റ് മനസ്സിൽ കരുതുക. ഒരു കൈ. വളരെ സ്പീഡായിട്ട് ചെയ്യാം. മാറ്റിക്കോ. ഓക്കെ, 1 പോയിന്റ്. 2 പോയിന്റ്. 22 സെക്കൻഡ് പിന്നിടുന്നു. 23 സെക്കൻഡിലേക്ക് പോകുന്നു. 26 സെക്കൻഡ്. 26 സെക്കൻഡിൽ 2 പോയിന്റ്. 30 സെക്കൻഡ്. ടൈം ഔട്ട്. പ്രയാഗാണ് ഇനി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ദേവപ്രയാഗ് എത്ര എണ്ണം കളക്ട് ചെയ്യണം അറിയോ? എത്ര പോയിന്റ്? ജയിക്കണമെങ്കിൽ 9 എണ്ണം. ജയിക്കണമെങ്കിൽ 9 പോയിന്റ്. റെഡി അല്ലേ? യെസ്, റെഡി അല്ലേ? റെഡി, യുവർ ടൈം സ്റ്റാർട്ട് നൗ. 1 പോയിന്റ്. 2 പോയിന്റ്. 3 പോയിന്റ്. 4 പോയിന്റ്. 5 പോയിന്റ്. 6 പോയിന്റ്. ഒരു കയ്യടി കൊടുത്താൽ പോ. 7 പോയിന്റ്. 7 പോയിന്റ്. സ്പീഡ്. 7 പോയിന്റ്. 7 പോയിന്റ്. അപ്പം 7 പോയിന്റ്. ഇനി അനന്തു ആണ് ഈ രസകരമായ വാശിയേറിയ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഓക്കെ അല്ലേ? യുവർ ടൈം സ്റ്റാർട്ട് നൗ. ബലൂൺ വേണമെങ്കിൽ മാറ്റാം. 1 പോയിന്റ്. സമയം നോക്കണം. 12 സെക്കൻഡ് പിന്നിട്ടിരിക്കുന്നു. 15 സെക്കൻഡ്. 18 സെക്കൻഡ്. 24 സെക്കൻഡ്. 27 സെക്കൻഡ്. 29. 30. 2 പോയിന്റ്. അപ്പൊ ഇനി 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ്. കാരണം നേരത്തെ ഇവർ 2 പേരും തുല്യ പോയിന്റ് ആയിരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നവരായിരിക്കും 2ാം സ്ഥാനത്തേക്ക് പോവാം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ അല്ലേ? റെഡി, യുവർ ടൈം സ്റ്റാർട്ട്
Now, രണ്ടാം സ്ഥാനത്തിന് വേണ്ടി എല്ലാവരും നല്ലൊരു കൈ എടുത്തേ. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി നല്ലൊരു കൈ. ഒരു പോയിന്റ്, അപ്പ് അപ്പ് അപ്പ്. 2 പോയിന്റ്, 3 പോയിന്റ്. താഴെ പോകരുത്, നിലത്ത് വീഴരുത്. 4 പോയിന്റ്, 5 പോയിന്റ്, 6 പോയിന്റ്, 20 സെക്കൻഡ് പിന്നിട്ടു. 7 പോയിന്റ്, 8 പോയിന്റ്. കയ്യടി. ടൈം ഔട്ട്. 2, 4, 6, 8 പോയിന്റ്. ആദിദേവാണ് ഇനി മത്സരിക്കുന്നത്. റെഡി, യുവർ ടൈം സ്റ്റാർട്ട് നൗ. 1 പോയിന്റ്, 2 പോയിന്റ്, 3, അപ്പ് 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 അപ്പ്. 4, 5 പോയിന്റ്, 6, 7, 7 പോയിന്റ്. സ്പീഡ്. 8 പോയിന്റ്, 9. വെരി ഗുഡ്. 26 സെക്കൻഡ്. 10, 11. ഇത് നേരത്തെ ചെയ്യും. ടൈം ഔട്ട്. മിടുകൻ. 11 പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്തിലൂടെ രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തി അല്ലേ? വെരി ഗുഡ്. അപ്പൊ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിന്റെ സമ്മാനദാനത്തിലേക്കാണ് പോകുന്നത്. സമ്മാനദാനം നൽകുന്നത് നേരത്തെ വളരെ ഊർജ്ജസ്വലതയോടെ മത്സരത്തിൽ പങ്കെടുത്ത നമ്മുടെ കുഞ്ഞാതേട്ടിയാണ്. കുഞ്ഞാതേട്ടി നമുക്ക് നല്ലൊരു കയ്യടിയോടെ ഇങ്ങോട്ട് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഈ മക്കൾക്കൊന്ന് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു നല്ലൊരു കയ്യടി, എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി. അലോക് ആണ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത്. സിറ്റി ഗോൾഡ് കാസർഗോഡ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് അലോകിന്. അലോക് ഒന്നാം സ്ഥാനം. നല്ലൊരു കയ്യടി. ഇനി രണ്ടാം സ്ഥാനം ആദിദേവിനാണ്. രണ്ടാം സ്ഥാനം ചെമ്മണ്ണൂർ ഗോൾഡ് കാഞ്ഞങ്ങാട് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം. ഒപ്പം നല്ലൊരു കയ്യടിയും. യെസ്. ഓക്കെ, താങ്ക് യു. രാഹുലെ, ഓണം എന്ന് പറയുന്നത് തന്നെ ഒരു കാർഷിക സംസ്കൃതിയാണ്. കാർഷിക സംസ്കൃതിയുടെ മറുപേരാണ് ഓണം. അങ്ങനെയുണ്ട്. തീർച്ചയായും. അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു മത്സരം തന്നെയാണ് അടുത്തത് അല്ലെ? പഴമയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് നമുക്ക് ആദ്യം വരുന്ന പരിചയപ്പെടാം. അമ്മയുടെ പേരെങ്ങനെ? ദേവകി. ഇവിടെ പേര് ഇത് മുന്നേ ചെയ്തിട്ടുണ്ട്. നോക്ക് ഒരു ശ്രമം. ഓക്കെ, ഈ മേഖലയിൽ എക്സ്പേർട്ടാന്നാ പറഞ്ഞത്. ഓക്കെ, നമ്മുടെ സ്വന്തം കുഞ്ഞാതമ്മ. ഓക്കെ. അപ്പോ മത്സരത്തിന്റെ നിബന്ധന എങ്ങനെയാണ്? മത്സരം എന്ന് പറഞ്ഞാൽ ആദ്യം പറയാം. മത്സരം എന്ന് പറഞ്ഞത് നെല്ല് കുത്തി അരിയാക്കിയിട്ട് തടുപ്പയിലിട്ടിട്ട് ചേറിയിട്ട് നല്ല അരി ഉണ്ടാക്കണം. അതല്ലേ മത്സരം? അല്ലെ? അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ആകെയുള്ള സമയം എന്ന് പറയുന്നത് 10 മിനിറ്റ് ആണ്. 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ നെല്ല് ഇതിൽ കുത്തിയിട്ട് അരി ഉണ്ടാക്കിയിട്ട് അത് തടുപ്പയിൽ ചേരണം. എന്നിട്ട് ഏറ്റവും നല്ല വൃത്തിയുള്ള അരി ആരാണോ ഉണ്ടാക്കുന്നത് അവർക്കാണ് 1ഉം 2ഉം സമ്മാനം ലഭിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരലിന്റെ പുറത്തേക്ക് നെല്ല് പോവരുത്. അധികം പോവാതെ, എന്തായാലും കുറച്ച് പോവും, അധികം പോവരുത്. അതുകൂടി നോക്കണം. ഇതൊക്കെ മാർക്കിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ എല്ലാം റെഡി അല്ലേ? റെഡി. ആകെ 10 മിനിറ്റ് ആണ് സമയം. ഓണത്തിന്റെ ഹൈലൈറ്റ് മത്സരം, പഴമയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. നെല്ലുകുത്തൽ മത്സരം. യുവർ ടൈം സ്റ്റാർട്ട് നൗ. അതന്നെ, കുത്തി പൊളി, അടിപൊളി, തകർക്കുന്ന ഒരു ക്ലാപ്പ്. ഇതിനനുസരിച്ച് ഒരു ക്ലാപ്പ് കൊടുത്താൽ മനോഹരമാവും. വാശിയേറിയ മത്സരം. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് പഴമയാണ്. പഴമ വരുമ്പോഴും ഒരുപാട് പ്രതീക്ഷയാണ് ഓണം. പ്രതീക്ഷയുടെ ഓണത്തിലേക്ക് പഴമയിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. ഒപ്പം വാശിയേറിയ രസകരമായ മത്സരം. ഇതാ ശ്രദ്ധിക്കണം. ഓക്കെ, നല്ല അരി ഉണ്ടാക്കാനുള്ള ഒരു മത്സരമാണ്. കുത്തുന്ന മത്സരമാണ്. ഇപ്പോഴൊക്കെ എല്ലാവരും മറന്നുപോയ ഒരു കാര്യമാണ് എങ്ങനെയാണ് നെല്ല് കുത്തേണ്ടതെന്ന്. ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടു പഠിച്ചോളാം. പഠിക്കാനുണ്ട്. 10 മിനിറ്റ് കൊണ്ടാണ് എല്ലാ പ്രക്രിയകളും ചെയ്യേണ്ടത്. 10 മിനിറ്റ് കൊണ്ട് അരി ചേറി വേറെ ആക്കണം. എല്ലാത്തിനും കൂടിയാണ് 10 മിനിറ്റ് ഉള്ളത്. വിനോട്ടാ, ഒരു പാട്ടുണ്ട് വിനോട്ടാ.
നെല്ല് കുത്താണെങ്ങനടി എങ്ങനടി എങ്ങനെ എങ്ങനടി എങ്ങനെ നെല്ല് കുത്താണ് ഇങ്ങനടി ഇങ്ങനടി ഇങ്ങനെ ഇങ്ങനടി ഇങ്ങനെ. അടിപൊളി നെല്ല് കുത്തൽ മത്സരമാണ്, വാശിയേറിയ മത്സരമാണ് അപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ആകെ മൊത്തം 10 മിനിറ്റ് ആണ് അനുവദനീയം. ഇപ്പോൾ 1 മിനിറ്റും 20 സെക്കൻഡും പിന്നിടുന്നു. നെല്ല് ചേറുക, നെല്ല് പാറ്റുക, കണ്ണിനും കാതിനും കുളിർമ പകരുന്ന ഒരു മത്സരം തന്നെയാണ് രാഹുലെ. തീർച്ചയായും ഇത് പുതിയ കുട്ടികളൊക്കെ ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഈ തടുപ്പ് കൂടി നമുക്ക് പഴയത് കിട്ടിയെങ്കിൽ മത്സരം പൊടിക്കട്ടി. ഒരു തടുപ്പ് മാത്രം, പഴയ തടുപ്പ് ഒന്ന് മാത്രമുണ്ട് പഴയത്. ഇതിലേതാണ് ഒലക്ക, ഇതിലേതാണ് ഒരല് എന്ന് പോലും അറിയാത്ത നമുക്ക് ഏതായാലും 2 കുട്ടികളെ വിളിച്ചു ചോദിക്കും രാഹുലെ, ഏതാണ് ഒലക്ക ഏതാണ് ഒരൽ? ചെറിയ കുട്ടികൾ ചോദിക്കും. ഇതൊരു പാടല്ലേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, മോള് വാ. ഇങ്ങോട്ട് വാ, നീ എണീക്ക് വാ. നോക്കിയ ഇതില് കുറെ സാധനം ഇത് തടുപ്പേത്? തടുപ്പ ആമമ്മ ഏത്? ഒന്ന് തൊട്ട് കാണിച്ചത്, തടുപ്പ് കാണിച്ചത് ശരിക്കും തൊട്ട് കാണിക്ക്. ഇതാ ഏത്? ഇതാ ഉറപ്പാ തടുപ്പ. എത്ര ക്ലാസ് പഠിക്കുന്നത്? തടുപ്പ ഏത് തടുപ്പ്? ഒന്ന് ശരിക്കും പറ. രക്ഷപ്പെടാ, ഉത്തരം പറഞ്ഞു പോ. അതല്ലേ ഇതാ, ഇത് തടുപ്പ. തടുപ്പ ആ മറ്റേ ചെണ്ടക്കുറ്റി കണക്കുന്ന സാധനമില്ലേ, അതാണ് ഒരലി. എന്തെന്ന്? ഉരൽ എന്ന് നിനക്കറിയാം അല്ലേ? അപ്പൊ ഒലക്കേത്? ഒലക്ക ആ വടിയില്ലേ, അതാണ് ഒലക്ക. ആ അതാണ് ഒലക്ക. യെസ്. അപ്പോ ഇപ്പോൾ സമയം 3 മിനിറ്റും 42 സെക്കൻഡും പിന്നിടുന്നു. ഈ പഴമയുടെ പുതിയ ഓണം. യെസ്. മത്സരം 3 മിനിറ്റും 52 സെക്കൻഡും പിന്നിടുന്നു. നെല്ല് തറക്കൽ പറഞ്ഞറിയാം. അതായത് അതിന്റെ ചൂളിയില്ലേ, ചൂളി, ആ ചൂളീന് ഇങ്ങനെ ഇറുക്കി 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 കളയുന്നത് അല്ലേ. ഇതിന്റെ ഈ മറ്റേ ഒരലിന്റെ അല്ല ഒലക്കേന്റെ അടിയിൽ ഒരു സാധനം ഉണ്ടാവില്ലേ, അതിനെന്ത് പേര് പറയുന്നത്? രാഹുലെ, രാഹുൽ ഇവിടെ ഗംഭീരമായിട്ട് പുരോഗമിക്കുന്ന മത്സരം. ഇവിടെ ഗംഭീര പുരോഗമനാണേ. ഇതെല്ലാവർക്കും ഒരേ നെല്ലല്ല കൊടുത്തതല്ലേ? വളരെ എല്ലാവർക്കും ഒരേ മത്സരം, ഒരേ നെല്ല്. കുഞ്ഞാതമ്മ വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിളായിട്ട്, ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ് അല്ലേ? കുറേ കൊല്ലം ഇങ്ങനെ ആക്കല്. മത്സരം ആകെ 10 മിനിറ്റ് ആണ്. ഇപ്പോൾ 5 മിനിറ്റും 25 സെക്കൻഡും പിന്നിടുന്നു. ഒന്നാകണമെന്ന മഹത്തായ സന്ദേശത്തിന്റെ ചുരുക്കെഴുത്താണ് ഓണം. ഒന്നാകണം ചുരുക്കി എഴുതുമ്പോൾ ഓണമോ. ഏറെ രസകരമായ ഒരു മത്സരമാണ്. പഴമയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. നമ്മുടെ എന്താ നെല്ല് കുത്തി അരിയാക്കി എടുക്കുക എന്നുള്ളത് 7 മിനിറ്റും 7 സെക്കൻഡും പൂർത്തിയായി. അത് മാത്രമല്ല രാഹുലെ, നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളെ ഒരുപാട് പൊടിക്കുഞ്ഞുങ്ങളുണ്ട്. അവർക്കിത് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു പാഠമാണ്, ഒരു നവ്യാനുഭവമാണ്. മാത്രമല്ല 10 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ പ്രക്രിയ, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ സമയം 7 മിനിറ്റും 25 സെക്കൻഡും പിന്നിടുന്നു. മത്സരം അവസാന ഘട്ടത്തിലേക്ക് 9 മിനിറ്റും 30 സെക്കൻഡും പിന്നിടുന്നു. ഇനി 30 സെക്കൻഡ് ഇല്ല, 30 സെക്കൻഡ് അവസാന ഘട്ടത്തിലേക്ക്. എല്ലാവരും ചേർന്ന് ഒരു നല്ലൊരു കൈയടി, പടക്കം പൊട്ട് പോലെ നല്ലൊരു കൈയടി വിളിക്കാൻ നമുക്ക്. ആർപ്പോ ഹൈ ഹീറോ 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 ആർപ്പോ ഹൈ ഹീറോ ഹീറോ ഹീറോ. മത്സരം അവസാന ഘട്ടത്തിലേക്ക് 10 മിനിറ്റ്. ടൈം ഈസ് ഓവർ. അപ്പൊ ഇപ്പോൾ കഴിഞ്ഞ മത്സരം അതിന്റെ സമ്മാനദാനത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ 1ഉം 2ഉം സ്ഥാനം കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതിന്റെ ജഡ്ജ്മെന്റ്, അതിന്റെ വിധി നിർണയത്തിൽ രാഹുൽ എത്ര പേര്? 2-3 ആൾക്കാരല്ലേ? ആ, വളരെ സൂക്ഷ്മമായി തന്നെയാണ് അവർ നിരീക്ഷിച്ചത്. അതെ. അപ്പൊ അതിൻ്റെതായ ചില നിഗമനങ്ങളിലേക്ക് അവർ എത്തിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരാള് ഓക്കെ, അതിൽ ഒരാള് നമ്മുടെ കൂടെ ചേരുന്നു. നാരായണ, എങ്ങനെ ഇതില് 1ഉം 2ഉം സ്ഥാനത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ നോക്കിയ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല ക്ലീനായ അരി, ക്ലീൻ ആൻഡ് വെടിപ്പ്. നെല്ലില്ല, ഫുൾ അരി ആയിട്ടുണ്ട്. അത്രയില്ല. അപ്പം മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ട് ഇത് 1ഉം ഇത് 2ഉം. അപ്പോൾ നമുക്ക്
നെല്ലുകുത്തി അരിയാക്കുന്ന മത്സരത്തിലെ ഫസ്റ്റ് പ്രൈസ് നല്ലൊരു കൈയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം. ഒന്നാം സ്ഥാനം രമണി. രമണിയേച്ചി. രണ്ടാം സ്ഥാനം ദേവകി. ദേവകേച്ചി. രണ്ടുപേരെയും സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സമ്മാനദാനം നിർവഹിക്കുന്നത് കാസർഗോഡ് വിഷൻ ചാനലിന്റെ മാനേജർ ശ്രീ രൺധീർ. പ്ലീസ് വെൽക്കം രൺധീർ. രൺധീർ ആണ് സമ്മാനം നൽകുന്നത്. ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് രമണി. നല്ലൊരു കയ്യടി, നല്ലൊരു കയ്യടി. രമണി. രണ്ടാം സ്ഥാനം ദേവകി. രമണിക്ക് ലഭിച്ചിരിക്കുന്നത് ഇമാനുവൽ സിൽക്സ് കാഞ്ഞങ്ങാട് നൽകുന്ന സമ്മാനമാണ്. ഇനി സിറ്റി ഗോൾഡ് കാസർഗോഡ് നൽകുന്നു രണ്ടാം സ്ഥാനത്തിന് ദേവകിക്ക്. നല്ലൊരു കയ്യടി. രണ്ടാം സ്ഥാനം ദേവകി. നല്ലൊരു കയ്യടി. ഇനി ഉള്ള മത്സരം എന്ന് പറയുന്ന സാധാരണ രീതിയിൽ ഓണാഘോഷം വരുമ്പോൾ അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്യന്താപേക്ഷിതമായ ഒരു മത്സരമാണ് നമ്മൾ സാധാരണ കാണുന്ന ഒരു മത്സരം തന്നെയാണ്. പക്ഷേ വ്യത്യസ്തത എന്ന് പറഞ്ഞത് ഒരു കൗതുകം, രസകരം എന്ന് പറഞ്ഞത് ഇവിടെ കപ്പിൾസ് തമ്മിലാണ് മത്സരിക്കുന്നത്. ഭർത്താവ് വെള്ളം കോരുന്നു, ഭാര്യക്ക് പകുത്തു കൊടുക്കുന്നു, ഭാര്യ അത് കൊണ്ടുപോയി കുപ്പിയിലൊഴിക്കുന്നു. ഓക്കെ, കുപ്പിയിൽ വെള്ളം നിറക്കൽ മത്സരം തന്നെയാണ്. നമുക്ക് ഇവരുടെ പരിചയപ്പെടാം. ഇവിടെ പേരെങ്ങനെ? രാജു പടോളി. ഭാര്യയുടെ പേര് ഭാര്യ ലിജി. ലിജി. ഇവിടെ വിനോദ്. വിനോദിന്റെ ഭാര്യ ശ്രുതി. ശ്രുതി. ഒരു കയ്യടി കൊടുക്ക എല്ലാവരും. ഓക്കെ, ഇവിടെ ദേവനും ബിന്ദുവും. ഇവിടെ വിജയേട്ടന്റെ സ്വന്തം സ്മിത. Yes. ഇവിടെ സതീഷ്. ഷംന. ഇവിടെ വിനോദിന്റെ വാമഭാഗം സ്വന്തം രേഷ്ണ. ഇവിടുത്തെ വാർഡ് മെമ്പർ. ഓക്കെ, ഇവിടെ രതീഷ് കരക്കേരു. അവിടെ ഇഷാന്തി. ഓക്കെ, അത്യന്തം വാശിയേറിയ മത്സരമാണ്. ഏറെ രസകരമായ മത്സരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അത് ആദ്യം പോരട്ടെ. നല്ലൊരു കയ്യടി. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. കയ്യടി. അത്യന്തം വാശിയേറിയ ഏറെ രസകരമായ വെരി ഗുഡ്. അത്യന്തം വാശിയേറിയ ഏറെ രസകരമായ മത്സരമാണ്. ഇതാ വാശിയേറിയ മത്സരം. കയ്യടി പോരട്ടെ. ലൈൻ കടന്നു പോകരുത്. ഇവിടെ ഏതാണ്ട് ഏറെക്കുറെ വിനോദിന്റെ ഭാര്യ ഏതാണ്ട് ഫിനിഷിംഗ് പോലെ എത്തുന്നു. ഫിനിഷ് ചെയ്യാറായി. ഓക്കെ, ഇതാ ഇവിടെ നിഷാൻ. കയ്യടി. ഇവിടെ രതീഷിന്റെ പേര്. ഇവിടെ 2. ഓക്കെ, എല്ലാരും ഒന്നിച്ചോണം. മത്സരത്തിലെ അവസാന മത്സരം ഏറെ രസകരമായ മത്സരമായിരുന്നു. ഇതിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഇവിടുന്ന് പരിചയപ്പെടാം. വിനോദ്. നല്ലൊരു കയ്യടി. ഓക്കെ, ഇവിടെ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് രതീഷ്. ഇവിടെ പേര് ഇഷാന്തി. നല്ലൊരു കയ്യടി. 1ഉം 2ഉം സ്ഥാനം നേടിയവർക്ക് ഇവർക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി ക്ലബിന്റെ ട്രഷറർ ശശിയേട്ടനെ ഏറെ സ്നേഹത്തോടെ വിളിക്കുന്നു. സമ്മാനം നൽകുന്നത് ഇമാനുവൽ സിൽക്സ്. നല്ലൊരു കയ്യടി. ഓക്കെ, നല്ലൊരു കയ്യടി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ രണ്ടാം സ്ഥാനം ഇവിടെ രതീഷ്. നല്ലൊരു കയ്യടി. ഓക്കെ, താങ്ക് യു. കാസർഗോഡ് വിഷനും ഫ്രണ്ട്സ് കരക്കേരും ഒരുക്കിയ എല്ലാവരും ഒന്നിച്ചോണം പരിപാടി വളരെ ഗംഭീരമായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒപ്പം ചേരുന്നത് ക്ലബിൻ്റെ ഭാരവാഹികളാണ്. ക്ലബിൻ്റെ സെക്രട്ടറി വിനോദ് കുമാർ, ക്ലബിൻ്റെ പ്രസിഡന്റ് പ്രദീപ് കുമാർ, വായനശാല സെക്രട്ടറി രാജേഷ് മാഷ്. കാസർഗോഡ് വിഷൻ ഇങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അതിന് കൂടെ നിന്ന് സഹകരിച്ച ഈ ക്ലബിനും വായനശാലക്കും ചാനലിൻ്റെ നന്ദിയും കടപ്പാടും ആദ്യമേ അറിയിക്കുകയാണ്. അപ്പോൾ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി മൈക്ക് കൈമാറുന്നു. പ്രിയമുള്ളവരെ,
കാസർഗോഡ് വിഷനും ഫ്രണ്ട്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയവും ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഇന്ന് ആതിഥ്യമരുളിയ ഈ ഓണാഘോഷ പരിപാടി വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ അവതാരകരായും ഫോട്ടോഗ്രാഫർ അതേപോലെ വീഡിയോഗ്രാഫർമാരായും മറ്റും പ്രവർത്തിച്ച ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ആദ്യമായി ക്ലബിൻ്റെ എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ പരിപാടി ഇത്രമാത്രം വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന് എല്ലാ മത്സരങ്ങളിലും നല്ല രീതിയിൽ പങ്കാളിത്തം വഹിച്ച എൻ്റെ നാട്ടുകാർക്കും ക്ലബിൻ്റെയും വായനശാല പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ മെമ്പർമാരും ഇവിടുത്തെ അഭ്യുതകാംക്ഷികൾക്കും എല്ലാവരും നമ്മുടെ ഒന്നിനോടൊന്ന് സഹകരിച്ചു. അതുകൊണ്ട് ഈ പരിപാടി വളരെ ഗംഭീരമായി ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും കാസർഗോഡ് വിഷന്റെ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഹാപ്പി ഓണം.